അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ബാച്ചിലേഴ്സ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. അതിന് നമ്മൾ ബാച്ചിലേഴ്സ് അല്ലല്ലേ? അതിനിപ്പോ നമ്മളെ കൂടെ ഭാര്യമാരില്ലല്ലോ. ഉണ്ട്, വീട്ടിലുണ്ടല്ലോ. എടാ അതല്ല, ഭാര്യമാർ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ലല്ലോ, അപ്പൊ നമ്മള് ബാച്ചിലേഴ്സ്. ഭാര്യമാരുള്ളപ്പോ ബാച്ചിലേഴ്സ് അല്ല. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതൊക്കെ പോട്ട്, നീ അവളെ എന്തോ പറഞ്ഞ് സമ്മതിപ്പിച്ച? ഞാൻ വരച്ച വരയില്ല അവള് നിക്കും. എന്നിട്ട് വരച്ച? ഓ, അവള് വരച്ച് ഞാൻ ലാസ്റ്റ് കരഞ്ഞ് ഏങ്ങിയപ്പോ അവള് പോയിട്ട് വരാൻ പറഞ്ഞ് ഈ ചുമന്ന കുറി ഇട്ട് വന്നിട്ട് തക്കുടൂനെ ആരും നോക്കാതിരിക്കേ. നോക്കൂല. നീയാ? 4000 രൂപ ട്രിപ്പ് വരാൻ ഞാൻ 25,000 രൂപ ലിപ്സ്റ്റിക് അങ്ങ് വാങ്ങിച്ചു കൊടുത്ത്. ലാബേഷ്, നീ എന്തോന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച? എന്നെ ട്രിപ്പ് വിട്ടാ ഞാൻ ക്രിക്കറ്റ് കളി നിർത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോവില്ലേ? പാടാ, വാഗ്ദാനം മാത്രം രാഷ്ട്രീയക്കാരെ പോലെ. നിർത്തുന്നില്ല. പിന്നെ ഈ ട്രിപ്പ് നമുക്ക് അടിച്ച് പൊളിക്കണം. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ് ആയിരിക്കണം. നിന്റെ ഫോണിൽ ഫോട്ടോ എടുത്താൽ മതി, നമ്മൾ ക്ലാരിറ്റി ഉണ്ടല്ലോ. ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. ഇതൊക്കെ ആരടേ? വൈഫൈ ഒക്കെ വിളിച്ചു തുടങ്ങിയ? എടാ അവളന്ന് എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഒരു മിനിറ്റ്. അളിയ സോറി, കുറച്ച് ഫാമിലി മാറ്റേഴ്സ്. നമുക്ക് പൂളിൽ പോയി ഫോട്ടോ എടുക്കാം, അതാണ് അതിന്റെ ഒരു വൈബ്. അളിയ ഫോട്ടോ കാമുകി വല്ലതും ആണെങ്കിൽ ഓക്കെ, സംസാരിക്കട്ടെ. സ്വന്തം ഭാര്യനെ എന്തിനാണ് 24 മണിക്കൂർ ഇങ്ങനെ വിളിച്ച് സംസാരിക്കണത്? അവക്ക് അവനെ സംശയം അളിയാ, അതല്ലേ 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കണേ. നല്ല തണുത്ത അന്തരീക്ഷം. ഐ ലവ് പർക്കാട്ട്. ഡേ, ഇവിടെ നിന്ന് ഒരു ഫോട്ടോ അടച്ചാണ്. ഫ്ലൈറ്റ് മോഡ് ആക്കിയാ? ഓ ആക്കി. സോ ഇനി ധൈര്യമായിട്ട് എടുക്കാം. ഒരുത്തന്റെ ഭാര്യ നിർത്തിയപ്പോ അടുത്തവന്റെ ഭാര്യ. ഇതെന്റെ ഭാര്യയല്ല, അവന്റെ ഭാര്യ. നിന്റെ ഭാര്യക്ക് എന്താ പ്രശ്നം? ഹലോ എന്റെ പൊന്നു പെങ്ങളെ, അവൻ ട്രിപ്പ് വന്നേണ്. അല്ല, അവൻ ട്രിപ്പ് ഇട്ട് കിടക്കല്ല, 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കേ. അവന് കുറച്ച് സമാധാനം കൊടുക്ക്. എന്റെ പൊന്നേട്ടാ, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോയി. എന്നെ 24 മണിക്കൂറും വിളിച്ചോണ്ടിരുന്നു. സ്നേഹം കൊണ്ടല്ല, സംശയം കൊണ്ട്. എനിക്കൊരു സെൽഫി പോലും എടുക്കാൻ പറ്റിയില്ല, അതറിയോ? ഞാൻ ടൂർ പോയപ്പോ ഉണ്ടായ എന്റെ അവസ്ഥ അങ്ങേർക്കും വരണം. അതുകൊണ്ടാണ് 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കുന്നത്. എങ്കിലേ അങ്ങേർക്ക് മനസ്സിലാവും. ചേട്ടൻ കേട്ടിട്ടില്ലേ, കൊടുത്ത നാണയത്തെ തന്നെ തിരിച്ചടിക്കാന്ന്. ടൈറ്റാനിക്കിലെ ജാക്ക്. ഇത് ടൈറ്റാനിക്കിലെ ജാക്ക് അല്ല, ഇത് തൈക്കാടിലെ ജാക്കി. മാറ അങ്ങോട്ട്. അല്ലെ ഇപ്പോളെ സ്വഭാവം മനസ്സിലായി കാണുമല്ല? മനസ്സിലായി. കൊടുക്കണതേ തിരിച്ചും കിട്ടുള്ളൂ. എന്തോന്ന്? ഫോൺ എടുക്കടാ, ഫോൺ എടുക്കടാ.